അയത്തുള്ള ഖമേനി 5 വർഷത്തിന് ശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയാണ്. 2020 ജനുവരിയിലാണ് അദ്ദേഹം ഒരു പൊതുചടങ്ങിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞ അദ്ദേഹം ഒളിവിൽ പോയിരിക്കുന്നു എന്നൊക്കെ വാർത്തകൾ വന്നു. അദ്ദേഹം പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. എന്താണ് ഖമേനി പറയാൻ പോകുന്നത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം. ഒരു കാര്യമുള്ളത്, ഈ ഖമേനി ഇറാൻ്റെ ശാപമാണോ എന്നുള്ള ചോദ്യമുണ്ട്. അയാൾ ഇസ്ലാമിക് ഇല്യൂമിനാറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. ഖമേനി ഇന്ന് എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും ആ കുഴപ്പമാണ്. അല്ലേ? കാരണം എന്ന് വെച്ചാൽ ഇയാളൊരു പലപ്പോഴും ഇയാൾ ഷിയ ആണെങ്കിൽ പോലും ഇയാൾക്ക് ഈ ഇസ്ലാമിക് ബ്രദർഹുഡ് ഇല്ലേ, പലപ്പോഴും ഇയാളുടെ വോയിസ് അവരുടെ വോയിസ് ഏതാണ്ട് ഒരുപോലെയാണ്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമി ഇവരെല്ലാം തന്നെ ഒരു ഇസ്ലാമിക് ഇമ്പീരിയലിസം, ഗോൾഡൻ ഇറ ഓഫ് ഇസ്ലാമിക് പൊളിറ്റിക്സ് അത് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, അത് ഷിയ സുന്നി വിഭജനത്തിനൊക്കെ അപ്പുറം ഇസ്ലാമിക സ്വത്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. അതിൽ പഴയ ഇസ്ലാമിക് എംപയർ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഇവരുടെ പിന്നിൽ അതിശക്തമായിട്ടുള്ള ഫണ്ട് വരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഈ പെട്രോൾ ഡോളർ വഴിയാണ്. അപ്പോൾ ഇവിടെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്സിന് എങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് കാശ് കിട്ടുന്നത്? CSR ഫണ്ട് അവിടെ വലിയ കമ്പനികൾ പിന്നെ എന്ത് ചെയ്തെടുക്കും, അവിടെ ഇവാഞ്ചലിക്കൽ പ്രവർത്തനം, സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിനൊക്കെ വേണ്ടി കൊടുക്കുന്നതാണ്. പല ഇവാഞ്ചലിക്കൽ മിഷൻ്റെ ബന്ധക്കോസ് അച്ഛന്മാരൊക്കെ ഇവിടെ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ഇവിടെ കുറച്ചൊക്കെ സാധാരണക്കാർക്ക് കൊടുത്ത് ഒരു ഇമ്പോഷൻ ഉണ്ടാക്കുന്നു. അതേപോലെ ഇപ്പോൾ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം സക്കാത്ത് ഒരു വർഷം നമ്മൾ ആർജിച്ച സമ്പത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിർബന്ധമായിട്ടും പാവങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ട്. ഞാനൊക്കെ കൊടുക്കാറുണ്ട്. ഞാനത് ആ റംസാൻ മാസത്തിലല്ല, അല്ലാതെ ഞാനൊരു മാസം എന്ന കണക്ക് വെക്കാറില്ല അത്. അപ്പം നമുക്ക് നമ്മളുടെ ഒരു പറ്റാവുന്നത്തിന് നമ്മൾ ചെയ്യാറുണ്ട്. അതൊരു ഒരു വലിയൊരു കാര്യമാണ് ഇസ്ലാമിൽ. അതിപ്പോൾ ചില ആളുകൾ ചോദിക്കും, അത് അമുസ്ലിങ്ങൾ കൊടുക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉണ്ടാവും. അന്ന് പിന്നെ നിങ്ങളേതെങ്കിലും ഈ സോക്കോൾഡ് പണ്ഡിതമായിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ മുന്നിൽ വന്നുവിടുന്ന ആളുകൾക്ക് എനിക്ക് പറ്റുന്നതിനെ സഹായിക്കാറ്. എൻ്റെ വാപ്പ അങ്ങനെ തന്നെയാണ്. അതാണ് എൻ്റെ ട്രഡീഷൻ. ബാക്കിയൊക്കെ നിങ്ങൾ ഈ പറയുന്ന സോക്കോൾഡ് പണ്ഡിതന്മാരായിട്ട് ആലോചിച്ച് തീരുമാനിച്ചത്. അപ്പം എത്ര കാര്യം ഞാൻ സമയം ചിലവഴിക്കാറില്ല. കാരണം നല്ല കാര്യങ്ങൾ ഇവിടെ കണ്ടാൽ അത് ചെയ്യുക. അതിൽ ഇനി ജാതി വരച്ചിട്ടുണ്ടോ മതം വരച്ചിട്ടുണ്ടോ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പം ഇങ്ങനെയുള്ള ഫണ്ട്, ഇപ്പോൾ സക്കാത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഫണ്ട് ഇഷ്ടംപോലെ ഗൾഫിൽ നിന്ന് വരും. ഗൾഫ് രാജ്യത്തിൻ്റെ ഓയിൽ മണി ഉണ്ടല്ലോ, പിന്നെ മുസ്ലിം തന്നെയാണ്. ഈ ഫണ്ടൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഫണ്ട്. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരൊരു ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാത്ത വിധത്തിലുള്ള ഓപ്പറേഷനാണ്. ചില കീ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ആദ്യം ഫണ്ട് ചെയ്തിട്ട് കൈക്കലാക്കുക, ഇങ്ങനെ വളരെ സെക്കുലർ തോന്നുന്ന സംഘടനകൾ ഉണ്ടാക്കുക, ഫോസൈൽ ബോർഡ് വെച്ച ഇതര മതസ്ഥർ കൂടുതലുള്ള രാഷ്ട്രീയ പാർട്ടികളെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈന്തപ്പഴവും ബിരിയാണിയും ഈ പറയുന്ന പെട്രോൾ ഡോളറൊക്കെ കൊടുത്ത് പോക്കറ്റിലാക്കുക. എന്നിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രസ്ഥാനങ്ങളിൽ ഇവരുടെ ചില ആളുകൾ നൊയഞ്ഞ് ഏൽപ്പിക്കുക, അവരെ കൊണ്ട് ഇവരുടെ അജണ്ട നടപ്പിലാക്കുക, പിന്നെ ആ പ്രസ്ഥാനത്തെ മൊത്തം വീഴുക. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ അജണ്ട. ഇത് ലോകത്ത് എവിടെയൊക്കെ മുസ്ലിംസ് ഉണ്ടോ അവിടെ അവർ നടത്തുന്നുണ്ട്. വളരെ സക്സസ്ഫുള്ളാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അതാത് രാജ്യങ്ങളിലെ നേഷനലിസ്റ്റ് സ്വഭാവമുള്ള മുസ്ലിങ്ങളെ മൊത്തം ഇവർ ഈ പറയുന്ന സെക്കുലർ പ്രസ്ഥാനങ്ങൾ ചവിട്ടി പുറത്താക്കുന്നുണ്ട്. അത് എവിടെയൊക്കെ മുസ്ലിംസ് ഉണ്ട് അത് അവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വലിയൊരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിൻ്റെ വലിയൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു രൂപമാണ് ഖൊമേനി. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഖൊമേനി ഇറാന്റെ ശാപമാണ്. എത്ര 84 വയസ്സുണ്ട് ഇപ്പോൾ. അവരെ വാപ്പായിരുന്നല്ലോ ആദ്യം. അതെ അതെ. അപ്പം അങ്ങേര് തൊട്ടേ ശാപമാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇറാനിലെ പിന്നെ ഇയാള് ഷാ അങ്ങനെ അമേരിക്കൻ ഇസ്രായേൽ വശവാദിയായിരുന്നു. അങ്ങനെ നിലപാടൊക്കെ വളരെ കൃത്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് ഇറാൻ വളരെ പെട്ടെന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കയുടെ ഏറ്റവും അടുത്ത ക്ലോസ് അലൈ ആയിരുന്നു. പക്ഷെ പ്രശ്നം വെച്ചാൽ ഗ്രാമീണ മേഖലയിലുള്ള പാവങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇയാൾ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്തിട്ട് ഇയാൾ ഭയങ്കര ആർഭാട ജീവിതമായി. അപ്പോൾ 80കളെല്ലാം തന്നെ ലോകത്തെല്ലായിടത്തും തന്നെ ഈ സോവിയറ്റ് റഷ്യയുടെയൊക്കെ സ്വാധീനം പോലെ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തത്, പാവങ്ങളെയൊക്കെ ഈ ഷാക്കെതിരെ തിരിച്ചു. അത് സോവിയറ്റ് റഷ്യയുടെ ആ കാലഘട്ടത്തിലെ ഒരു തന്ത്രം കൂടിയായിരുന്നു. അതായത് അമേരിക്കയുടെ സുഹൃത്തായ ഷാക്കെതിരെ പാവങ്ങളെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് അന്നത്തെ സോവിയറ്റ് റഷ്യയുടെ പ്ലാനായിരുന്നു.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഇംപ്ലിമെന്റിങ് ദാറ്റ് പ്ലാൻ. ഓക്കെ, അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ കാണുന്ന പോലെ എന്ത് ചെയ്തത്, ഇസ്ലാമിസ്റ്റുകൾ കൂടി വന്നു. അവർ ഇസ്ലാമിൻ്റെ പേരിൽ ആളുകളെ സംഘടിപ്പിച്ചു. ഇവർ തുല്യ ഫോഴ്സ് ആയിരുന്നു അവിടെ. ഒരു ഘട്ടം എത്തിയപ്പോൾ ഗൊമേനിയുടെ ഒരു എന്താണ് ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു സ്വാധീനത്തെ അംഗീകരിച്ചുകൊണ്ട് ഷാക്കെതിരെ ഇവർ രണ്ടുപേരും ഒരുമിച്ചൊരു മൂവ്മെന്റ് അങ്ങ് തുടങ്ങി. ഇവർ ഒരുമിച്ചാണ് ഷാക്കെതിരെ നീങ്ങിയത്. ഇതിൽ ഷാക്കെതിരെ പാവപ്പെട്ടവരെ, ഗ്രാമപ്രദേശങ്ങളിലെ പാവപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ സംഘടിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പം ഇവർ ഒരുമിച്ച് നിന്ന് ഷാനെ പുറത്താക്കി. എന്നിട്ട് സാത്താനായ അമേരിക്കയുടെ എംബസിയൊക്കെ ഉപരോധിച്ചു. അമേരിക്ക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ എംബസി ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. എന്നിട്ട് ഈ അടുത്ത ഘട്ടത്തിലാണ് പണി കിട്ടിയത്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ തൽക്കാലം ഒരു ഇവരെ കൂട്ടുകക്ഷി ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മളെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടാക്കുക പതുക്കെ. ഇവർ രണ്ടു പോയം നീട്ടിയിറങ്ങും. ഈ മതത്തിന്റെ പേരിലുള്ള ആളുകൾ കൂടുതൽ സംഘടിതരായിരുന്നു. ഇവരവിടെ അധികാരത്തിലേറ്റ അടുത്ത ഇസ്ലാമിക രാജ്യമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അടുത്ത വേട്ടയാടാൻ കമ്മ്യൂണിസ്റ്റ് ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരാണ് കൊല ചെയ്യപ്പെട്ടത്. ഇത് നെയ്പോൾ അയാളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കൃത്യമായി അയാൾ പറയുന്നുണ്ട്. അപ്പം നെയ്പോളിന്റെ ഇസ്ലാമിക എഴുതുന്നുണ്ടാവും. നോബൽ സമ്മാനം കിട്ടിയ നെയ്പോളില്ലേ, അയാളുടെ പുസ്തകത്തിൽ പറയുന്നത് ചരിത്രമാണിത്. അപ്പം ഈ രീതിയിൽ അവിടെ അത് ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു വിപ്ലവമാണ്. അപ്പോൾ ഇത് എന്ത് സംഭവിച്ചു? ഈ വിപ്ലവം എന്ത് സംഭവിച്ചു? ഒരു ഇസ്ലാമിസ്റ്റ് എലീറ്റ് അവിടെ വളർന്നു വന്നു. ഷിയാക്കളുടെ ഒരു ഇസ്ലാമിസ്റ്റ് എലീറ്റ് അവിടെ വളർന്നു വന്നു. എന്നിട്ട് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞ ഷാനെ പോലത്തെ പുറത്ത ആഡംബരം കാണിക്കില്ല, പക്ഷെ ഉള്ളിലുള്ള ആഡംബരമൊക്കെ തന്നെയാണ്. പാവങ്ങളെല്ലാം തന്നെ ഈ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ, സാത്താനെതിരെയുള്ള യുദ്ധത്തിൽ അള്ളാന്റെ സ്വന്തം ആളുകളാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ സ്വർഗത്തിന്റെ വാതായനങ്ങൾ തോക്കപ്പെടും നിങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അണിനിർത്തി ജിഹാദ് എന്നൊക്കെ പറഞ്ഞു. ആ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ദാരിദ്ര്യം കഷ്ടപ്പാട് വലിയ മാറ്റമൊന്നുമില്ല. എങ്കിലും ഷായയുടെ കാലഘട്ടം അപേക്ഷിച്ച് ഗ്രാമീണ മേലെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും വലിയ മാറ്റമില്ല. വലിയ മാറ്റം ഗ്രാമീണ മേലെ കൊണ്ടുവരാൻ ആഗ്രഹിച്ച കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരെ കൊന്നുകളയുകയും ചെയ്തു. മനസ്സിലായി? പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ പട്ടാളത്തെയൊക്കെ ഇയാൾ വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു. ഗൊമേനി സ്ത്രീകളെയൊക്കെ പട്ടാളത്തിലെടുത്തു. പുറത്തു നോക്കുമ്പോൾ ഒരു മുസ്ലിം രാജ്യത്തെ AK-47 പിടിച്ച് പിന്നെ സ്ത്രീ പട്ടാളക്കാർ, ഇങ്ങനെ അമേരിക്കൻ പട്ടാളക്കാരികളെ പോലും നിങ്ങൾ ഇത്തിരി ഓപ്പണായി കണ്ടിട്ടുണ്ടാവില്ല, ഇന്ത്യയെ പോലും കണ്ടിട്ടുണ്ടാവില്ല. അവിടെ കാണാം പർദ്ദയൊക്കെ ഇട്ട് AK-47 പിടിച്ചിട്ട് പട്ടാളക്കാരികളെ കാണാം. അപ്പം അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി. പിന്നെ ഈ ലോകത്തുള്ള സോക്കോൾഡ് ഇസ്ലാമിക് ഇമ്പീരിയലിസത്തിൻ്റെ ആളുകൾക്ക് സൗദി ഇവരെ അംഗീകരിച്ചിട്ടില്ല. ബാക്കി പറഞ്ഞ ഇവിടെയുള്ള പല ആളുകളെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒക്കെ തന്നെ ഒരു ഐക്കണായി ഇവർ മാറി. ഇവർ പലപ്പോഴും അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി സിമി വേർപെട്ടു പോകുന്നത് കാരണം അതാണ്. സിമി തീവ്രവാദ ലെവലിലേക്ക് വാങ്ങാൻ സിമി ഇസ്രായേലിനെ ഈ ഓപ്പണായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് അത് എവിടെ അതിന് സമയമായിട്ടില്ല. അപ്പോൾ ഇവന്മാർ ഇമ്മച്ചതായിട്ട് പണി ഒപ്പിച്ച് കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പണിയിട്ട് വന്നുകൊണ്ട് അവനെ തള്ളിപ്പറന്നു, സിമീനെ തള്ളിപ്പറന്നു. അപ്പം സത്യത്തിൽ ഇറാനിലെ ജനങ്ങളെ ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ആയുധങ്ങൾക്ക് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഇറാന്റെ ശാപമാണ് ഗൊമേനി. പക്ഷേ ഹീസ് വെൽ സപ്പോർട്ടഡ് ബൈ ദി റിലീജിയസ് എലീറ്റ്. അവരുടെ പിന്തുണയുണ്ട്. പിന്നെ ലോകത്താകമാനുള്ള ഇസ്ലാമിക് ബ്രദർഹുഡ് പോലെയുള്ള സംഘടനകളുടെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു പറയുന്നത് അതിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കുക, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ പോകുന്നില്ല. ആ സത്യമാണ്. കാരണം ഇറാൻ അങ്ങനെ ഒരു എന്താ പറയുക ഫണ്ടമെന്റലിസ്റ്റ് ഉള്ള ഒരു രാജ്യമല്ല. ഇവരങ്ങനെ ആക്കി മാറ്റിയതാണ്. ഇറാൻ ഒരു വലിയ ലോകത്തെ ആദ്യത്തെ എംപയർ ഇറാനിലാണ്. സെർസസ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യൂതന്മാരെ രക്ഷപ്പെടുത്തിയ രാജാവ്. ഇതൊക്കെ അവിടെ നിന്നുള്ള ആളുകളാണ്. നമ്മളെ ടാറ്റയൊക്കെ അവിടെ നിന്നുള്ള ആളുകളാണ്. പാർസികൾ അവിടെ നിന്നുള്ള അവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടാണ്. അപ്പോൾ ഇറാൻ അങ്ങനെ ഒരു നമ്മുടെ ഋഗ്വേദത്തിന് തുല്യമായ സ്വരാഷ്ട്രീയം മതം അതിലൂടെ പിന്നെ പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്താണ് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, സ്വരാഷ്ട്രീയത്തെ പ്രധാനപ്പെട്ട ഇതൊക്കെ അവിടെയാണ് രചിക്കപ്പെടുന്നത്. നമ്മൾ ഋഗ്വേദത്തിൻ്റെ അതേ സഹോദരനാണ് ഈ ഗ്രന്ഥം. അപ്പം ഇങ്ങനെ സംസ്കാരമുള്ള ഒരു രാജ്യമാണ് അവിടെ. അതിനെ നശിപ്പിക്കുന്നത്, അതിൻ്റെ ഇപ്പോഴത്തെ ശാപം ഗൊമേനിയാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ അയാൾ എല്ലാവരുടെയും സഹായത്തോടു കൂടി അധികാരത്തിൽ വരികയും പിന്നെ അയാൾ അടക്കി വരിക, അയാളെ ഭ്രാന്ത് അവിടുത്തെ ഭരണരീതിയായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഇസ്രായേലിനൊക്കെ എതിരെ യുദ്ധം ചെയ്യണം എന്ന് ഗൊമേനി തീരുമാനിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ടൊരു ശത്രുതയോ അങ്ങനെ അല്ല, ഇസ്ലാമിന്റെ ശത്രുവാണല്ലോ സിയോണിസം. അതുകൊണ്ട് ഇസ്ലാമിനെ നെഞ്ഞത്ത് കുത്തിയിറക്കിയ കത്തിയാണല്ലോ ഇസ്രായേൽ.
അതിന് പിന്നിൽ അമേരിക്കൻ ക്രിസ്ത്യൻ അജണ്ടയാണല്ലോ. ഇറാൻ അറബ് രാജ്യമാണ്, പേർഷ്യൻ രാജ്യമല്ലേ? പേർഷ്യൻ രാജ്യമാണ്, പക്ഷേ മുസ്ലിംസ് ആണല്ലോ, ബ്രദേഴ്സ് ആണല്ലോ. അങ്ങനെ. അപ്പൊ ഇസ്ലാമിന്റെ അഞ്ചത്ത്, അറേബ്യയിലെ ഇസ്ലാമിന്റെ അഞ്ചത്ത് കുത്തിയിറക്കി കത്തിയാണല്ലോ ഇസ്രായേൽ. അതിന് പിന്നിൽ അമേരിക്കയാണല്ലോ. അമേരിക്ക ക്രിസ്ത്യൻ ആണല്ലോ, അമേരിക്ക സാത്താനാണല്ലോ. അപ്പൊ ആ സാത്താനെ ഓടിക്കാൻ വഴി അതിനെതിരെ ഇസ്ലാമിനെ രക്ഷപ്പെടുത്തുന്ന അഭിനവ ഖലീഫ ഉമർ എന്ന കാര്യം ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പക്ഷെ ആ നാടിന് ശാപം എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ളവന്മാരൊന്നും ഇസ്ലാമിനെ മുന്നോട്ട് നയിച്ചിട്ടൊന്നുമില്ല. ഇസ്ലാമിനെ മുന്നോട്ട് വെച്ച ആളുകൾ സലാഹുദ്ദീൻ, ഇപ്പൊ കണ്ട ഈ എക്സ് മുസ്ലിംസും ഈ പറഞ്ഞ എല്ലാ മതങ്ങൾ തീവ്ര മതമൗല്യവാദികളും ഒക്കെ വന്ന് ഭയങ്കര കുറ്റങ്ങൾ മാത്രം കണ്ടെത്ത മനുഷ്യനുണ്ടല്ലോ പ്രവാചകൻ. അദ്ദേഹത്തിനൊക്കെ നല്ല വിശാലമായ കാഴ്ചപ്പാടാണ് ഈ മതത്തെ. അദ്ദേഹത്തിന് ഈ ഇവന്മാർ പറയുന്ന പോലെ മോശം മാത്രമാണ് പറയുന്നത്, അതൊക്കെ ഓരോ കോണ്ടക്സ്റ്റ് പറഞ്ഞത്. ആ വിശാല കാഴ്ചപ്പാടൊക്കെയാണ് ഇസ്ലാമിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്, അല്ലെ ഇവനെ പോലുള്ള ഭ്രാന്തന്മാരൊന്നുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.